സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ആയിട്ട് 2024 തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം ജില്ലയിലാണ്. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് പുറത്തിറക്കിയത്. കേരള സംഗീത നാടക അക്കാദമി. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രനാണ്. കേരളത്തിൽ തുടർച്ചയായിട്ട് കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി എന്നിവ. പദ്ധതിയുടെ പേര് എന്താണ്? സ്വദേശി ദർശൻ. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ ആകാശമിട്ടായി ആരുടെ സ്മാരകമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമാണ് ആകാശമിട്ടായി എന്നത് നിലവിൽ വന്നത് ബേപ്പൂരാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. 2024 സെപ്റ്റംബറിലാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ആരംഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. തൃശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടോറേറ്റൽ ഓറോ. ഓപ്പറേഷൻ ടോറേറ്റൽ ഓറോ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങിയത്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് KJ ബേബി അല്ലെങ്കിൽ കനവ് ബേബി എന്നറിയപ്പെടുന്ന KJ ബേബി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവലാണ് മാവേലിമറ്റം എന്നത്. മാവേലിമറ്റം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവലാണ് മാവേലിമറ്റം. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം. പദ്ധതിയുടെ പേര് കാരുണ്യ സ്പർശം എന്നതാണ്. ലക്ഷ്യം എന്താണ്? ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് കാരുണ്യ സ്പർശം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ
സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം? കെ ഷോപ്പിംഗ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ഷോപ്പിംഗ്. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരിയാണ്. പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിലാണ് കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്താണ്. കോട്ടയം ജില്ലയില് മറവൻതുരുത്താണ് കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം. കോട്ടയം ജില്ലയില് മറവൻതുരുത്ത്. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര് ഡ്രോൺ ശ്രീ എന്നാണ്. കർഷകരെ സഹായിക്കാനായിട്ട് കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേരാണ് ഡ്രോൺ ശ്രീ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായിലാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായിലാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്തിനെതിരെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് പ്രകൃതിയോടൊപ്പം. ക്യാമ്പയിന്റെ പേര് എന്താണ്? പ്രകൃതിയോടൊപ്പം എന്നതാണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് പ്രകൃതിയോടൊപ്പം. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. കോട്ടയം ജില്ലയിലെ കടപ്പൂർ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനാണ് ടി പി മാധവൻ. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ ആര് എന്ന് ചോദിച്ചാല് ടി പി മാധവനാണ് അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹിത. കുടുംബശ്രീയുടെ പദ്ധതിയാണ്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനമാണ് സർവത്ര. പേര് സർവത്ര. എന്താണ്? വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNLന്റെ സേവനമാണ് സർവത്ര. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകമും കടലുണ്ടിയുമാണ്. കോട്ടയം ജില്ലയിലെ കുമരകം വില്ലേജും കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി വില്ലേജുമാണ് കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ. കോട്ടയം ജില്ലയിലെ കുമരകം, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശൂർ ജില്ലയാണ്. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജില്ല. മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. എന്തിലാണ് പ്രവർത്തിക്കുന്നത്? മെത്തനോളിൽ. മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളം. പക്ഷാഘാതം നിർണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. എന്തിനാണ്? പക്ഷാഘാതം നിർണയിക്കുന്നതിന് മുമ്പ്
താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം. അഭിന്നം എന്നായിരുന്നു കലാമേളയുടെ പേര്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയ്ക്ക് വേദിയായത് കാസർഗോഡ് ജില്ലയാണ്. കലാമേളയുടെ പേര് അഭിന്നം. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. സംവിധാനത്തിന്റെ പേര് കവച്. എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. ക്യാമ്പയിന്റെ പേര് ഗോൾ ഫോർ വയനാട്. വയനാട് ദുരിതാശ്വാസത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായമാക്കുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് IISR ചന്ദ്ര എന്നത്. IISR ചന്ദ്ര കുരുമുളക് ഇനമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്ററാണ് സഹജ. കോൾ സെന്ററിന്റെ പേര് സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അനധികൃത ഖനനം തടയാനായിട്ട് ഇന്ത്യയുടെ ഇലക്ട്രിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രൂപ്പ് സ്ഥാപകൻ TPG നമ്പ്യാറാണ്. TPG നമ്പ്യാർ 2024 നവംബർ 2 161ാമത് ജന്മദിനം ആചരിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പുവാണ്. 2024 നവംബർ മാസം 2-ാം തീയതി. എത്രാമത്തെ ജന്മദിനമാണ്? 161ാമത്തെ ജന്മദിനം. ആരുടേതാണ്? ഡോക്ടർ പൽപ്പു. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഹെക്സ് 20. ഏതുമായിട്ടാണ്? സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് ഹെക്സ് 20. അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? 100 വർഷമാണ്. 2024 100 വർഷമാണ്. അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ 100 വർഷം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യം. അനന്യം പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യം. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷം? 2025. ഏത് രോഗം?
ക്ഷയരോഗമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? 2025 സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ്. കെ-റീപ്പ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ്. കേരളത്തിന്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹാപ്പിനെസ് സെന്റർ. ഹാപ്പിനെസ് സെന്റർ നടപ്പാക്കുന്നത് കുടുംബശ്രീ മുഖേനയാണ്. കേരളത്തിന്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹാപ്പിനെസ് സെന്റർ. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ച കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിപ്പിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്ന് വിധിച്ചത് കേരള ഹൈക്കോടതിയാണ്. 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി. മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവിയാണ് ബിപുൽ റേക്കൻ. ബിപുൽ റേക്കൻ. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാസ്ന. ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേരാണ് ട്രാസ്ന. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലയിൽ പ്രാവീണ്യവും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ. കനസ് ജാഗ. ആദിവാസി മേഖലയിലെ കുട്ടികളെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കനസ് ജാഗ. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയയാണ് നിർമ്മിത. നിർമ്മിത. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയയാണ് നിർമ്മിത. അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർ കൂത്ത്. ചാക്യാർ. നാരായണൻ ചാക്യാർ. PN നാരായണൻ ചാക്യാർ ചാക്യാർ കൂത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഏതാണ്? അക്ഷര മ്യൂസിയമാണ്. കോട്ടയം ജില്ലയിലെ അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം. അക്ഷര മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ. ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് MVR പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂളാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് MVR പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരമാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്നത് കാസർഗോഡ്. പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 നവംബർ 14 ആചരിച്ചത്? 100ാമത്തെ ജന്മവാർഷികമാണ്. 100ാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്. പ്രസിദ്ധ സാഹിത്യകാരൻ പാറപ്പുറത്തിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 നവംബർ 14 ആചരിച്ചത്? 100ാം ജന്മവാർഷികം. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദ്ധാവ്. രൂപീകരിച്ചത് കേരള പോലീസാണ്. ലക്ഷ്യം മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുക. യോദ്ധാവ്. ലഹരിക്കെതിരെ പോരാടാൻ കേരള പോലീസിന്റെ യോദ്ധാവ്. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും ആധുനിക രീതിയിൽ കൃഷി ചെയ്യുവാനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ. നവോത്ഥാൻ. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതുമായ ഭൂമിയിൽ, തരിശുഭൂമിയിൽ ആധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ.
സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നേർവഴി. ആരിലാണ്? സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നേർവഴി. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം ഏതാണ്? മുണ്ടക്കൈ ചൂരൽമലയാണ്. മുണ്ടക്കൈ ചൂരൽമല. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടി പഞ്ചായത്തില് വൈത്തിരി താലൂക്കിലാണ്. മേപ്പാടി പഞ്ചായത്തില് വൈത്തിരി താലൂക്കില്. 2024 ജൂലൈയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ. ഗവൺമെന്റ് VHSS വെണ്ണാർമലയാണ്. ഗവൺമെന്റ് VHSS വെണ്ണാർമലയാണ് ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി സഖി ഡോർമെറ്ററികളാണ്. സഖി ഡോർമെറ്ററികൾ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെറ്ററികൾ. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോണാണ് ഏകലവ്യ. കുഴി ബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനായി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഡ്രോണാണ് ഏകലവ്യ. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തില് മുഖ്യമന്ത്രി പദത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 2024 അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഥമ കേരള പ്രഭ പുരസ്കാര ജേതാവുമായ വ്യക്തി. 2024 അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഥമ കേരള പ്രഭ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ഓംചേരി NN പിള്ള. PSLV C57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ ആണ്. PSLV C57 ഉള്ള ഇലക്ട്രോണിക് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് സബ് ലഫ്റ്റനന്റ് അനഘ ബി രാജീവ് ആണ്. അനഘ ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റാണ് സബ് ലഫ്റ്റനന്റ് അനഘ ബി രാജീവ്. വംശനാശത്തിന്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം. മാദിക ഭാഷ. വംശനാശത്തിന്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചാക്കാലിയ. ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ചാക്കാലിയ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ്. വി ഹരി നായർ. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ്. അദ്ദേഹം മുൻ PSC അംഗമായിരുന്നു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. MV ശ്രേയാംസ് കുമാർ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ്. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവാണ്. OR കേളു. കാനഡയിലെ ഒന്റാറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിത കരിസിമ മാത്തൻ. കരിസിമ മാത്തൻ.
കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ്. ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. ഡോക്ടർ എൻ കൃഷ്ണകുമാർ. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിലാണ്. ഡോക്ടർ പോൾ മണലിൽ. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദനാണ്. മേഘ മുകുന്ദൻ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘ മുകുന്ദൻ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത കെ ഗോപാലാണ്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. പുതിയ കേരള ലോകായുക്തയായിട്ട് നിയമിതനായത് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് പുതിയ കേരള ലോകായുക്ത. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് എത്രാമത്തെയാണ്? 49ാമത്തെ. ശാരദാ മുരളീധരനാണ് കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രനാണ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകനാണ് TV ചന്ദ്രൻ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രൊഫസർ KN ഹരിലാൽ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ്. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ കെ സിജി. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാറാണ് കെ സിജി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ്. WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി സ്മിത AS ആണ്. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായിട്ട് നിയമിതയായ മലയാളിയാണ് സ്മിത AS. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ് 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി സന്തോഷ് വിശ്വനാഥൻ. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിന്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പ്രേംകുമാർ.
പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ. ഡോക്ടർ കെ എസ് അനിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജാണ്. ഡോക്ടർ വി പി ജഗതിരാജ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ കെ ബി വത്സലകുമാരി, നടി ശാരദ. കെ ബി വത്സലകുമാരി, നടി ശാരദ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി സോജൻ ജോസഫ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനാകുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനാകുന്നത് അലക്സാണ്ടർ തോമസ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ കൈലാസനാഥൻ. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായ മലയാളിയാണ് കെ കൈലാസനാഥൻ. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹനൻ കുന്നുമലാണ്. ഡോക്ടർ മോഹനൻ കുന്നുമൽ. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ്. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജ് ആണ്. ഡോക്ടർ പി ടി ബാബുരാജ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ്. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇടശ്ശേരി രവി. ഇടശ്ശേരി രവി. മഹാകവിയുടെ അന്ത്യയാത്ര. പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ എന്നത്. ചിത്രലേഖ ആരുടെ നോവലാണ്? പി വത്സലയുടെ നോവലാണ്. പ്രത്യേകത അവസാനത്തെ നോവലാണ്. എൻ്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ച വയലാർ രാമവർമ്മയുടെ മകൾ. കവിതാ സമാഹാരത്തിന്റെ പേര് എൻ്റെ പൂന്തോട്ടം എന്നതാണ്. രചിച്ചത് ഇന്ദുലേഖ വയലാർ ആണ്. ഇന്ദുലേഖ വയലാർ. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്. കവിതാ സമാഹാരത്തിന്റെ പേര് ഉൽക്കകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ നോവലാണ് സത്യം. നോവലിന്റെ പേര് സത്യം. എഴുതിയത് രാജീവ് ശിവശങ്കറാണ്. ആരുടെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ചലച്ചിത്ര നടൻ സത്യം. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രായവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദ്. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രായവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദ്. ലോകത്തെ ആദ്യ കണ്ണാടി നോവലായ അക്ഷരമുഖി, അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് ആറ്റൂർ സന്തോഷ് കുമാറാണ്. ആറ്റൂർ സന്തോഷ് കുമാർ. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരമാണ് പിന്നിട്ട വഴികളും വരികളും. പിന്നിട്ട വഴികളും വരികളും. രചയിതാവ് അനീഷ് സ്നേഹയാത്ര. കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ ആണ്. പെരുമ്പടവം ശ്രീധരൻ. 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് ബാല്യകാലസഖി. ബാല്യകാലസഖി ആരുടെ നോവലാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ്. 2024 80 വർഷം പൂർത്തിയായി. സിനിമാ താരമായ ഇടവേള ബാബുവിന്റെ ജീവിത കഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ് ആണ്. കെ സുരേഷ്. ഇടവേളകളില്ലാതെ എന്നത് ആരുടെ ജീവിതകഥയാണ്? ഇടവേള ബാബുവിന്റെ ജീവിതകഥയാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? കെ സുരേഷ്. മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റഞ്ഞാവൽ മരം. നാടകത്തിന്റെ പേര് ഒറ്റഞ്ഞാവൽ മരം എന്നതാണ്. മാധവിക്കുട്ടിയുടെ
വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ്. വേനലിന്റെ ഒഴിവ് എന്ന കൃതി ആരുടേതാണ്? മാധവിക്കുട്ടിയുടെ കൃതിയാണ്. വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റഞ്ഞാവൽ മരം എന്നത്. മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. ഡോക്ടർ 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് ബാല്യകാലസഖി. ബാല്യകാലസഖി എന്നത് ആരുടെ നോവലാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ്. 2024 80 വർഷം പൂർത്തിയായി. അടുത്ത ചോദ്യം, സിനിമാ താരമായ ഇടവേള ബാബുവിന്റെ ജീവിത കഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ് ആണ്. കെ സുരേഷ്. ഇടവേളകളില്ലാതെ എന്നത് ആരുടെ ജീവിതകഥയാണ്? ഇടവേള ബാബുവിന്റെ ജീവിതകഥയാണ്. ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് കെ സുരേഷ് ആണ്. മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഒറ്റഞ്ഞാവൽ മരം. ഒറ്റഞ്ഞാവൽ മരം എന്നത് നാടകമാണ്. മാധവിക്കുട്ടിയുടെ വേനലിന്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ്. മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. ഡോക്ടർ പി കെ വാര്യർ. മായാത്ത ഓർമ്മകൾ ആരെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. ഡോക്ടർ പി കെ വാര്യർ. പി കെ വാര്യരുടെ ആത്മകഥയാണ് സ്മൃതി പർവം എന്നത്. സ്മൃതി പർവം ആരുടെ ആത്മകഥയാണ്? പി കെ വാര്യരുടെ ആത്മകഥയാണ്. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബി കെ തിരുവോത്താണ്. ബി കെ തിരുവോത്ത്. പുസ്തകത്തിന്റെ പേര് ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. രചയിതാവ് ബി കെ തിരുവോത്ത്. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? ഡോക്ടർ കെ ബി മേനോന്റെ ജീവിതകഥയാണ്. ഡോക്ടർ കെ ബി മേനോൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസ് ആണ്. MM ലോറൻസ്. MM ലോറൻസിന്റെ ആത്മകഥ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നത് ആരുടെ ആത്മകഥയാണ്? MM ലോറൻസിന്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നത്. ആദ്യകാല തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ നേതാവ് MM ലോറൻസിനുള്ള സമർപ്പണമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിതയാണ് തോട്ടി എന്നത്. തോട്ടി എന്നത് ആരുടെ കവിതയാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയാണ്. ആദ്യകാല തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ നേതാവ് MM ലോറൻസിനുള്ള സമർപ്പണമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിതയാണ് തോട്ടി. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുക്കാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം ആരുടെ കൃതിയാണ്? ഗോപിനാഥ് മുതുക്കാട്. അടുത്തത്, രത്തൻ ടാറ്റയെ കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു ആണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ പങ്കെടുത്തതിന്റെ ശതാബ്ദി വർഷം 2024. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 807 രൂപ. PK റോസിയുടെ സ്മരണയുമായി ഇറങ്ങിയ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിഗ്നേച്ചർ ഫിലിം സ്വപ്നായനം ആരുടെ സ്മരണയാണ്? PK റോസിയുടെ സ്മരണ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര് ശ്രീ മന്ന എന്നത്. ശ്രീ അന്നം എന്നത് ഏത് വിളയാണ്? മരച്ചീനിയാണ്. ശ്രീ മന്ന എന്നതും മരച്ചീനിയാണ്.
ചിറ്റയടത്ത് ശങ്കുപിള്ളയുടെ രക്തസാക്ഷിത്വത്തിന് 2024 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. ഏത് സത്യാഗ്രഹത്തിന്റെ പോരാളിയായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പോരാളിയായിട്ടാണ് ചിറ്റയടത്ത് ശങ്കുപിള്ള അറിയപ്പെടുന്നത്. ചിറ്റയടത്ത് ശങ്കുപിള്ള. നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. MK സ്റ്റാലിൻ. മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനു. മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ MK സാനു. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. അതിജീവനം എന്നത് ആരുടെ ആത്മകഥയാണ്? വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ്. അന്തിമഘട്ടത്തിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് MK സാനുവാണ്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. പ്രണയകാലം CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ. വഴിച്ചെണ്ട എന്ന നോവലിന്റെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രോത്ത്. നോവലിന്റെ പേര് വഴിച്ചെണ്ട. വഴിച്ചെണ്ട എന്ന നോവലിന്റെ രചയിതാവാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ. ആത്മകഥ KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്നത്. സി സ്പേസ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. സി സ്പേസ്. പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി. ഷീല ടോമി എഴുതിയ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്നത്. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPACയുടെ വജ്ര ജൂബിലിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും അവതരിപ്പിച്ച നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ. ഒളിവിലെ ഓർമ്മകൾ. അടുത്തിടെ അന്തരിച്ച കൈതക്കൽ മനക്കൽ ജാതവേദൻ എഴുതിയ മഹാകാവ്യം വീരകേരളം. വീരകേരളം. കൈതക്കൽ മനക്കൽ ജാതവേദൻ എഴുതിയ മഹാകാവ്യമാണ് വീരകേരളം. പ്രൊഫസർ KK നീലകണ്ഠന്റെ ജീവിതമാസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് സുരേഷ് ഇളമണ്ണാണ്. സുരേഷ് ഇളമൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ ഹൈക്കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കപ്പെട്ടത് ആര്? ഡോക്ടർ മിത സുധീന്ദ്രൻ. ഡോക്ടർ മിത സുധീന്ദ്രൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ ഹൈക്കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായിട്ട് നിയോഗിക്കപ്പെട്ടത് ഡോക്ടർ മിത സുധീന്ദ്രൻ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെഡ്ലി കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെന്ററി ഒരൽപ്പം കരതരു. ഡോക്യുമെന്ററിയുടെ പേര് ഒരൽപ്പം കരതരു, കടലാമകൾക്കൊരു സ്നേഹതീരം. ഒരൽപ്പം കരതരു, കടലാമകൾക്കൊരു സ്നേഹതീരം. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. റോബോ പാർക്ക് തൃശ്ശൂർ. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ബീഹാറിന്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ ഗവർണറാണ്.
1 മിനിറ്റും 24 സെക്കൻഡും മാത്രം നീണ്ടുനിന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം എന്ന റെക്കോർഡ് ഏത് ഗവർണറുടെ പേരിലാണ്? ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിലാണ്. 1 മിനിറ്റും 24 സെക്കൻഡും. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘമാണ് റിതം. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ ആരംഭിച്ച ആപ്പാണ് അദീതി ആപ്പ്. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച പുതിയിനം ഇഞ്ചിയാണ് ISR സുരസ എന്നത്. ഇഞ്ചി ഇനമാണ് ISR സുരസ. നീർച്ചാലുകൾ ജനകീയമായി ശുചീകരിച്ച് വീണ്ടെടുക്കാൻ ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നത്. ക്യാമ്പയിന്റെ പേര് ഇനി ഞാൻ ഒഴുകട്ടെ. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ചാറ്റ് ബോട്ടാണ് സ്വാമി ചാറ്റ് ബോട്ട്. ചാറ്റ് ബോട്ടിന്റെ പേര് സ്വാമി ചാറ്റ് ബോട്ട്. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കര, നാവിക, വ്യോമ സേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. ചലച്ചിത്രത്തിന്റെ പേര് കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. സംവിധാനം അരുൺ രാജനാണ്. അരുൺ രാജൻ. $200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം എന്നത്. പലമത സാരവുമേകം. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവ മേളയുടെ പേര് മയിൽപീലി. മയിൽപീലി. സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലി. സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. സിനിമയുടെ പേര് ഇതുവരെ. സംവിധാനം ചെയ്തത് അനിൽ തോമസ്. പ്രമേയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജി ചലച്ചിത്രമാണ് മനോരഥങ്ങൾ. ചലച്ചിത്രത്തിന്റെ പേര് മനോരഥങ്ങൾ. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയാണ്. ബ്ലസ്സി. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ്. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് S. ഹരീഷ്. നോവലിന്റെ പേര് പട്ടുനൂൽ പുഴു. എഴുതിയത് S. ഹരീഷ്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ് അഴക്. മത്തിയാസ് എന്ന പുസ്തകം എഴുതിയത് PF മാത്യൂസ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂർ. എത്രാമത്തെയാണ്? 5ാമത്തെ. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. 2024 70ാമത് വാർഷികം ആഘോഷിക്കുന്ന ഉമ്മാച്ചു എന്ന കൃതി രചിച്ചത് ഉറൂബാണ്. ഉമ്മാച്ചു എത്രാമത്തെ വാർഷികമാണ്? 70ാം വാർഷികം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളികളുടെ പ്രിയങ്കരനായ കഥാകാരൻ 2024 ക്രിസ്തുമസ് ദിനത്തിൽ വിട പറഞ്ഞു. മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ.
മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 15 ജൂലൈ 1933 കുടല്ലൂരിലാണ് ജനിച്ചത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ്. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പുറത്തിറക്കിയ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ എന്നത്. രക്തം പുരണ്ട മൺതരികൾ. 1954 ലോക ചെറുകഥ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിക്കൊടുത്ത രചന വളർത്തുമൃഗങ്ങൾ എന്നതാണ്. വളർത്തുമൃഗങ്ങൾ. ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും. പാതിരാവും പകൽ വെളിച്ചവും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നാലുകെട്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ നാലുകെട്ട്. ആദ്യ സിനിമ തിരക്കഥ മുറപ്പെണ്ണ്. മികച്ച തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കാലം. 1973 മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ് നിർമാല്യം. NP മുഹമ്മദുമായി ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. ആരുമായിട്ട്? NP മുഹമ്മദ്. നോവലിന്റെ പേര് അറബിപ്പൊന്ന്. 1984 വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാം ഊഴം. ജ്ഞാനപീഠ പുരസ്കാരത്തിന് 1995 അർഹനായി. JC ഡാനിയൽ പുരസ്കാരം 2013. പത്മവിഭൂഷൺ നേടിയത് 2005. എഴുത്തച്ഛൻ പുരസ്കാരം 2011. കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022. മലയാള സിനിമയുടെ ഒരു കാലത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കാഴ്ചയുടെ തന്മാത്രകൾ. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകനാണ് ബ്ലെസ്സി. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഗഗനചാരി. സംവിധായകൻ അരുൺ ചന്തു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് നിഴൽ യാത്രികൻ. സംവിധാനം സഹീർ അലി. ആരുടേതാണ്? തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് നിഴൽ യാത്രികൻ എന്നത്. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ആടുജീവിതം. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം കൈമിറ. ദേശീയ വായു നിലവാര സൂചിക പ്രകാരം സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തുള്ള ജില്ല തൃശൂർ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. മിസ് കേരള 2024 മേഘ ആന്റണി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി തുറന്നത് കാര്യാട്ടുകരയാണ്. തൃശൂർ ജില്ലയിലെ കാര്യാട്ടുകര. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് KK ഷാജു. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സാഗർ പരിക്രമണ പദ്ധതിയുടെ ഭാഗമായി ലോകം ചുറ്റാൻ പുറപ്പെട്ട INS തരിണി കപ്പൽ ലൈഫ് കമാൻഡർ A രൂപയോടൊപ്പമുള്ള മലയാളി ലൈഫ് കമാൻഡർ ദിൽന K. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രഖ്യാപിച്ച റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാമതെത്തിയത് കുസാറ്റാണ്. രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കോട്ടൂരാണ്. 50-ാം വാർഷികം ആഘോഷിച്ച M മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ജിംനേഷ്യ കേന്ദ്രങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന ഓപ്പറേഷൻ ശരീര സൗന്ദര്യം. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വെങ്ങപ്പള്ളിയാണ്. ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് വെങ്ങപ്പള്ളി.
കേരളത്തിലെ ആദിവാസി മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ K4 നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ് എന്നതാണ്. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യ AI പ്രോസസ്സറാണ് കൈരളി. കേരള സർവകലാശാലയുടെ ബിരുദ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോട്ടയം പുഷ്പനാഥിന്റെ സയന്റിഫിക് ത്രില്ലർ നോവൽ ചുവന്ന മനുഷ്യൻ ആരുടേതാണ്? കോട്ടയം പുഷ്പനാഥിന്റെ സയന്റിഫിക് ത്രില്ലർ നോവലാണ് ചുവന്ന മനുഷ്യൻ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ PSC ബുള്ളറ്റിനിൽ 2024 കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ചെയ്ത് പഠിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതും 2 ക്ലാസ്സിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യും. താങ്ക്